ഹലോ എവരിവൺ, വെൽക്കം ടു കോഡ് ക്യൂസ്. സോ പാറ്റേൺഡ് വീഡിയോസിൽ നമ്മൾ ഒരു ഓഡ് നമ്പർ, ഈവൺ നമ്പർ, പ്രൈം നമ്പർ ഇതൊക്കെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഓടാണോ ഈവണാണോ എങ്ങനെ കണ്ടുപിടിക്കണേ, ആ ലോജിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അറേ കിട്ടി ആൻഡ് ആ അറേയിൽ ചിലപ്പോൾ ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും, ഈവൺ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു അറേയിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു അറേ എടുത്ത് വെച്ചിട്ടുണ്ട്, 2, 23, 48 ഇങ്ങനെ. ആൻഡ് ഇതിൽ നിന്ന് ഞാൻ ഈവൺ നമ്പർ ഓഡ് നമ്പർ സെപ്പറേറ്റ് ഒരു അറയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ട് പ്രൈം നമ്പേഴ്സും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മളിപ്പോൾ രണ്ട് അറയിലേക്ക് മാറ്റണമെങ്കിൽ ഓഡിന് വേറൊരു അറ എടുക്കണം, അതേപോലെ ഈവണ്ണും വേറൊരു അറ എടുക്കണമല്ലോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഓരോ നമ്പർ നോക്കും. 2 ഓടാണ് ഈവണാണോ, ഈവണാണ്. അപ്പോൾ നമ്മൾ അത് ഈവൺ നമ്പറിലോട്ട് ഇടും. 23 ഓടാണോ ഈവണാണോ, ഓഡിലേക്ക് ഇട്ടു. 48 ഈവൺ, 13 ഓഡ്, 96 ഈവൺ, 34 ഈവൺ, 26 ഈവൺ, 32 ഈവൺ. അപ്പം നമ്മൾ ഇപ്പം എന്താ ചെയ്തേ, ഓരോ നമ്പർ എടുത്തിട്ട് അത് ഓടാണ് ഈവണാണെന്ന് മൈൻഡിൽ നോക്കി. മൈൻഡിൽ നോക്കുമ്പോൾ നമ്മൾ അറ്റത്തെ നമ്പർ ഈവൺ നമ്പർ ആണോ ജസ്റ്റ് കാണുമ്പോൾ അറിയാം. 142 എന്ന് പറയുമ്പോൾ അതൊരു ഈവൺ നമ്പറാണ്, 141 ആണെങ്കിൽ അതൊരു ഓടാണ്. അപ്പം അതേപോലെ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, %2 റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൺ നമ്പറും, അതേപോലെ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഓഡ് നമ്പറും. അപ്പം ഇങ്ങനൊരു കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് അറയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. സെയിം സംഭവം ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. hash include stdio.h into main ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു അറേ ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ സൈസ് എടുക്കുക. അറേ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് അതിൻ്റെ സൈസ് എടുക്കുകയാണ്. n is equal to size of array by size of array square bracket 0. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ യൂസറിൻ്റെ ഇൻപുട്ട് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി n ഫിക്സ്ഡ് ആയിരിക്കും, അത്രയും നമ്പേഴ്സ് ഉള്ള അറേ യൂസറിൻ്റെ ഇൻപുട്ട് വാങ്ങുകയും ചെയ്യാം. ഇൻറ്റ് i ഇൻ കേസ് ഫോർ ലൂപ്പ്, ഇൻ കേസ് അല്ല മിക്കവാറും വേണ്ടി വരും, ഫോർ ലൂപ്പിന് വേണ്ടി ഒരു ഇൻറ്റ് i. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്, ഈ അറേ ഫുള്ള് ഓടിക്കണം. അപ്പോൾ എന്തായാലും ഒരു ഫോർ ലൂപ്പ് വേണം. സോ ഫോർ i is equal to 0, i less than n, i++. അറയിലുള്ള ഓരോ എലമെന്റ് ആണല്ലോ നമ്മൾ ഈ ഓടാണ് ഈവണാണോ ചെക്ക് ചെയ്യുന്നത്. അപ്പം അതേപോലെ ആ ഫുൾ ഓടിക്കാനുള്ളതുകൊണ്ട് ഒരു ഫോർ ലൂപ്പ് എടുത്തു. എന്നിട്ട് എന്താ, ഇൻറ്റ് അല്ല, അറേ ഈവൺ ആണോ ഓടാണോ നോക്കണം. ഇഫ് AR സ്ക്വയർ ബ്രാക്കറ്റ് ആയി %2 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ, ഈവണാ. അപ്പം നോട്ട് ഈക്വൽ ടു 0, അതായത് ഇങ്ങനെ കൊടുത്തു വെച്ചെങ്കിൽ അത് ഓടായനെ. അപ്പം നമുക്കെന്നാൽ ആദ്യം ഓടിൻ്റെ കണ്ടീഷൻ എഴുതാം. അത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, ഓടെന്ന് പറഞ്ഞൊരു അറേ ഡിഫൈൻ ചെയ്യാം, അതിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു AR സ്ക്വയർ ബ്രാക്കറ്റ് ആയി. ഓക്കെ, അപ്പം ഇൻറ്റ് ഓഡ് അറേ സൈസ് 100 എന്ന് പറഞ്ഞു. നമുക്ക് വലിയൊരു സൈസ് കൊടുക്കാം, എത്ര വേണ്ടി വരും എന്നൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പം നമ്മൾ അറേ ഡിഫൈൻ ചെയ്തു. ആൻഡ് നമ്മൾ അറേയുടെ ഒരു പൊസിഷനിലേക്കാണ് ഈ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, അങ്ങനെ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് എലമെന്റ് 3 ഓടാണ്, സെക്കൻഡ് എലമെന്റ് 6 ഈവണാണ്. അപ്പം നമ്മൾ ഇവിടെ i തന്നെ കൊടുക്കുക എന്ന് വെച്ചു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നത്തെ എലമെന്റ് 7 വന്നെ ഓഡ് നമ്പർ. അപ്പൊ ഈ 3 ബ്ലാങ്ക് ആയിട്ട് അവിടെ പോകും. അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് എലമെന്റ് 3 വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് ആണ് 7 വേണ്ടേ. സോ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. കെ, ഞാനിവിടെ കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ 0th എലമെന്റ് ആയിട്ട് ഐ വന്നോളൂ. എന്നിട്ട് എപ്പോഴൊക്കെ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു അപ്പോഴൊക്കെ കെ ഒന്ന് ആഡ് ആയിക്കോട്ടെ. അതാകുമ്പോൾ ഇപ്പൊ കെ ഈക്വൽ ടു 0 ആണ്. 0ലേക്ക് നമ്പർ 3 അസൈൻ ആയി. പിന്നെ ചുറ്റി വരുമ്പോൾ 7 വന്നെ. ഇപ്പൊ 0 അസൈൻ ചെയ്ത് കഴിഞ്ഞ് കെ പ്ലസ് പ്ലസ് കൊടുക്കുമ്പോൾ കെ 1 ആവുന്നുണ്ട്. 7 വരുമ്പോൾ കെന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 1ന്റെ പൊസിഷനിലോട്ടാണ് അടുത്ത എലമെന്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടി സെപ്പറേറ്റിംഗ് ഇത് ഡിഫൈൻ ചെയ്തേക്കുക. ഇനി പോഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. നമുക്ക് ഈ അറേന്ന് ഓഡ് നമ്പേഴ്സ് മാത്രം സെപ്പറേറ്റ് ഒരു അറയിലേക്ക് പ്രിന്റ് ആവണം, അറയിലേക്ക് എടുത്തെഴുതണം. അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പരിപാടി നിർത്താം. എന്നിട്ട് പ്രിന്റ് കൊടുക്കാം. 4 i is equal to 0, i less than k. കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, കാരണം കെ എലമെന്റ്സ് ഉള്ള. അപ്പൊ എന്നെ കൊടുത്ത് വെറുതെ സൈസ് വലുതാക്കി അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഐ പ്ലസ് പ്ലസ് പ്രിന്റ് ആ ഓടുന്നുള്ള അറയിൽ ഓഡ് നമ്പേഴ്സ് മാത്രം ഇരിക്കുമല്ലോ. അപ്പൊ അറയിലുള്ള എലമെന്റ്സ് പ്രിന്റ് കൊടുക്കുക. ഓഡ് അറേ സ്ക്വയർ ബ്രാക്കറ്റ് ആയി. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ കോമ ഇട്ടിട്ടില്ല. പ്രിന്റ് എഫ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ടില്ല. ഓക്കെ, 3, 7, 9, 23, 57 ചെക്ക് ചെയ്ത് നോക്കാം. 3, 6, 2, 74, പിന്നെ ഒന്ന് 7, ഓക്കെ. 4 ഇല്ല, പിന്നെ ഒന്ന് 9, ഓക്കെ. 2, 6, 5, 6, പിന്നെ ഒന്ന് 23, അത് ഓക്കെ. 57, 23, ഓക്കെ. അപ്പൊ എല്ലാ ഓഡ് നമ്പേഴ്സും നമുക്ക് പ്രിന്റ് ആയി കിട്ടി. ഇനി ഈവൻ നമ്പേഴ്സ് ഒറ്റക്ക് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് അത് ഈക്വൽ ടു 0 ഒക്കെ, അതായത് റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ നമ്പേഴ്സ് മാത്രം കിട്ടുമല്ലോ. സോ 6, 2, 7, 4 അങ്ങനെ കിട്ടി. ഇൻ കേസ് നമുക്ക് രണ്ടും കൂടി വേണമെന്ന് വെച്ചോ, വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് ഓഡിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഈവൺ. അപ്പൊ ഞാൻ ഇവിടെ ഓഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇനീഷ്യലി കോഡ് എങ്ങനെയായിരുന്നു അതേപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ റിമൈൻഡർ 0 ആകുമ്പോൾ, ഇതിപ്പോ നോട്ട് ഈക്വൽ ടു 0 ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതിന്റെ ഫോൾസ് ആണല്ലോ റിമൈൻഡർ 0. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എൽസ് എഴുതിയാൽ മതി. വീണ്ടും ഇഫ് എഴുതി കണ്ടീഷന്റെ ആവശ്യമൊന്നുമില്ല. എൽസ് എന്താ, E1 എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിന്റെ കെ എന്ന് പറഞ്ഞ പോലെ എൽ എന്ന് പറഞ്ഞ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ പൊസിഷൻ തീരുമാനിക്കാൻ വേറൊരു വേരിയബിൾ വേണം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം എൽ എന്ന് എടുക്കുക. ആൻഡ് AR സ്ക്വയർ ബ്രാക്കറ്റ് ആയി. സോ എപ്പോഴൊക്കെ ഇത് ഫോൾസ് ആവുന്നു, ഇത് ഫോൾസ് ആവണം എന്ന് പറയുമ്പോൾ റിമൈൻഡർ 0 ആവുന്നു, അപ്പോഴൊക്കെ അത് E1 അറേ എന്ന് പറയുന്ന ഇതിലോട്ട് അത് പ്ലേസ് ആയിക്കോട്ടെ. L പ്ലസ് പ്ലസ്. സോ നമ്മൾ അത് രണ്ടും ഇവിടെ ഡിക്ലെയർ ചെയ്യാനുണ്ട്. L ഈക്വൽ ടു 0, അതേപോലെ തന്നെ int E1 അറേ. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. E1 അറേ ഈസ് അൺഡിഫൈൻഡ്. നമ്മൾ ഇവിടെ സ്പെല്ലിംഗ് എത്തിപ്പോയി. റൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം മറന്നു, നമ്മൾ E1 അറേയിൽ കൊടുത്തിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണണ്ടേ വന്നു എന്ന് ഉറപ്പിക്കാൻ. സോ ഇത് മാറ്റി E1 അറേ ആൻഡ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് L എലമെന്റ്സ് ഉണ്ടാവും അതില്. സോ L. ഓക്കെ, സോ 3, 7, 5, 9 അപ് ടു 23 വരെ ഓഡ് വന്നിട്ട് പിന്നെ E1 വന്നിട്ടുണ്ട്. സോ കുറച്ചുകൂടി ഒരു ബെറ്റർ വിഷ്വലൈസേഷന് വേണ്ടി printf odd numbers are അത് കൊടുക്കാം. അഗെയിൻ ഇവിടെ printf നെക്സ്റ്റ് ലൈനിൽ
ഈവൺ നമ്പേഴ്സ് ആർ അങ്ങ് കൊടുക്കാം. ഓക്കെ, ഓക്കെ. സെമി കോളൻസ് രണ്ടിടത്തും വിട്ടു നമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഓഡ് നമ്പേഴ്സിൽ ആറയിലുണ്ടായ എല്ലാ ഓഡ് നമ്പേഴ്സും സ്റ്റോർ ആയിട്ടുണ്ട്. ഈവൺ നമ്പേഴ്സിൽ എല്ലാം ഈവൺ നമ്പേഴ്സ് സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മ ഓടും ഈവണും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്തും ചെയ്യാം. അത് ഒറ്റക്ക് സെപ്പറേറ്റ് ചെയ്ത് എവിടെയെങ്കിലും മാറ്റി വെക്കണോ, ഇതേപോലെ മാറ്റി വെക്കാം, അല്ലെ അത് പിന്നീട് എന്തെങ്കിലും യൂസ് ചെയ്യണോ, എനിത്തിങ്. നമുക്ക് ആ ലോജിക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത, ഒരു അറയിൽ ഉള്ള വാല്യൂസ്, കുറെ വാല്യൂസ് ഉണ്ടായി. അതിൽ ഓഡ് നമ്പർ ഈവൺ നമ്പർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ എലമെന്റ് എടുക്കുന്നു, ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ ഈവൺ എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി, അതുപോലെ ഓഡ് എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് ഓഡ് നമ്പേഴ്സ് എല്ലാം അങ്ങോട്ടും മാറ്റി. ആകെ ചെയ്ത ഐഡിയ എന്ന് പറയുന്നത് %2, അതായത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ അത് 0 ആണോ അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഒരു അറേന്ന് എങ്ങനെ പ്രൈം നമ്പേഴ്സ് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. താങ്ക് യു.